പ്രിയപ്പെട്ടവരെ, പത്രോസിൻ്റെ ജീവചരിത്രത്തിലൂടെ ഇന്നലെ നാം അല്പം യാത്ര ആരംഭിച്ചു. കൂടെ ശാസന ലഭിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഇതാ വീണ്ടും മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 21 മുതൽ വായിക്കുന്നു. അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ച് തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അതരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ച് തുടങ്ങി. കർത്താവ് തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടു പോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. നീ ദൈവത്തിൻ്റെതല്ല, മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നാം കണ്ടതിനേക്കാൾ കഠിനമായ ശാസനയാണ് ഇപ്രാവശ്യം കാണുന്നത്. ഭാവിയിൽ മഹാനായ അപ്പോസ്തോലൻ ആകേണ്ട പത്രോസിനെ ഇപ്പോൾ കർത്താവ് വിളിക്കുന്നു, സാത്താനെ, എന്നെ വിട്ട് പോ. കൂടെ ശാസന കിട്ടിയ ഒരു മനുഷ്യനാണ് പത്രോസ്. ഇന്ന് പ്രഭാതത്തിൽ പവർവിഷന്റെ ബഹുമാന്യരായ പ്രേക്ഷകരോട് ചോദിക്കട്ടെ, ദൈവം നിങ്ങളെ കൂടെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ടോ? ആരോടെങ്കിലുമുള്ള പകയോ പിണക്കമോ വിട്ടുകളയാൻ കർത്താവ് കൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ടോ? നമ്മുടെ കുറിവാക്യം മറക്കരുത്, ശാഠ്യം കാണിക്കരുത്. കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ നശിച്ചു പോകും. മദ്യപാനം എന്ന ദുശീലത്തിൽ നിന്ന് പുറത്തു വരുവാൻ കൂടെ വചനം നിങ്ങളെ ഓർപ്പിച്ചിട്ട് നിങ്ങൾ ഉഴപ്പുകയാണോ? കൂടെ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടുന്നതിൽ നിന്ന് പുറത്തു വരുവാൻ കൂടെ നിങ്ങളെ ശാസിച്ചിട്ടും നിങ്ങൾ അലസൻ ആകുകയാണോ? കുടുംബത്ത് ഭാര്യയുമായി കലശലുണ്ടാക്കുന്നത് ഒരു സ്വഭാവമാണോ? ഭർത്താവുമായി കൂടെ ഭിന്നതയുണ്ടാക്കുന്നത് നിങ്ങളുടെ ഒരു രീതിയാണോ? മാതാപിതാക്കളുടെ ഉപദേശം ആവർത്തിച്ച് കേട്ടിട്ടും നിങ്ങൾ അനുസരിക്കാത്ത വ്യക്തിയാണോ? എങ്കിൽ ഈ പ്രബോധനം താങ്കളോടാണെന്ന് ഓർത്തുകൊള്ളുക. ഇവിടെ പത്രോസ് കർത്താവിനെ ശാസിക്കുകയാണ്. പത്രോസ് കർത്താവിനെ ശാസിക്കുന്നു. എന്താണ് വിഷയം? പത്രോസിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം കർത്താവ് പറഞ്ഞു. അത് പത്രോസിനെ കുറിച്ചല്ലെന്ന് ഓർക്കണം. യേശു കർത്താവ് ക്രൂശിക്കപ്പെടാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. അത് പറയാതെ പറ്റില്ലല്ലോ. പത്രോസ് പറഞ്ഞിട്ടല്ല യേശു ഇവിടെ വന്നത്. യുഗങ്ങൾക്ക് മുന്നമേയുള്ള ദൈവിക പദ്ധതിയാണ് യേശുവിനെ ഇവിടെ കൊണ്ടുവന്നത്. യേശുവിനെ പത്രോസ് തിരഞ്ഞെടുത്തതല്ല, പത്രോസിനെ യേശു തിരഞ്ഞെടുത്തതാണ്. യേശുവിൻ്റെ ദൗത്യവും ലക്ഷ്യവും ത്യാഗവും യാഗവുമെല്ലാം മുന്നമേ നിശ്ചയിച്ചതാണ്. അത് പത്രോസ് അറിഞ്ഞതിപ്പോഴാന്നേ ഉള്ളൂ. കഷ്ടവും ദുഃഖവും രോഗവും മരണവുമില്ലാത്ത ഒരു ലോകമാണ് പത്രോസ് യേശുവിൽ നിന്ന് പ്രതീക്ഷിച്ചത്. എന്നാൽ അപമാനവും പീഡനവും ക്രൂശുമരണവും തനിക്കുണ്ടെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ പത്രോസ്
യേശുവിനെ ശാസിക്കുന്നു. അപ്പോൾ യേശു പത്രോസിനെ ശാസിക്കുകയല്ല, കഠിനമായി ശാസിച്ചു. സാത്താനെ, എന്നെ വിട്ട് പോ, നിന്നെ കൊണ്ട് ഈ മിനിസ്ട്രി നടക്കില്ല. കൂടെ ശാസന. പക്ഷെ പത്രോസ് പോയില്ല. പത്രോസ് യേശുവിന്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ച് തന്നെ കിടന്നു. പിന്നീട് ഒരിക്കൽ ചോദിച്ചു, നീ പോകുന്നോ? ഇല്ല, ഞാൻ പോകുന്നില്ല. കൂടെ ശാസന എന്തിനാണെന്നറിയാമോ? വലിയ ലക്ഷ്യത്തിലേക്ക് നയിക്കുവാനാണ്. ഇന്ന് ഈ വചനത്തിന്റെ മുന്നിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവിക പദ്ധതി നമ്മിലൂടെ നിറവേറട്ടെ. ആമേൻ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.